പറയുമ്പോ ഇത് പറയുന്ന സമയത്ത് പറയുന്ന ഞാൻ ഒരു കോഴിക്കോടുകാരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളിനെ കുറിച്ച് പറയുന്ന സമയം ഈ ഒരു റോബോട്ടിന്റെ ഇന്നോവേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കോഴിക്കോടുകാരനെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ചൊക്കെ നാള് നടന്ന ഒരു സംഭവമാണ്. ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള നൗഷാദിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓട്ടോ ഡ്രൈവറായ നൗഷാദ് ഒരു സ്വന്തം ജീവൻ പണയം വെച്ച് മാൻഹോൾ ക്ലീനിങ്ങിന് ഇറങ്ങിയ അന്യദേശ തൊഴിലാളികളെ അവരുടെ അപകടത്തിൽപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മാൻഹോളിലേക്ക് ഇറങ്ങി സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത വ്യക്തിയാണ് നൗഷാദ്. നമ്മളൊക്കെ ആ ഒരു ന്യൂസ് കേട്ടപ്പോ എന്താ ചെയ്തത്? നമ്മളൊക്കെ ആ ന്യൂസ് കേട്ടപ്പോ എന്താ ചെയ്തത്? കുറെ സഹതപിച്ചു, അയ്യോ കഷ്ടായി പോയി, സഹതപിച്ചു. വീണ്ടും ഇതുപോലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട്. മാൻഹോളിലേക്ക് ഇറങ്ങുന്ന ആൾക്കാര് അതിൽ നിന്നുണ്ടായ ഗ്യാസിന്റെ പ്രശ്നം കാരണം ശ്വസിക്കാൻ പറ്റാതായി അയാളെ ഫയർഫോഴ്സ് നിന്ന് രക്ഷിക്കേണ്ട രീതിയിലുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അല്ലെങ്കിൽ പലതും പരസ്പരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഒരു നാല് ചെറുപ്പക്കാരായിട്ടുള്ള എഞ്ചിനീയേഴ്സ്, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ചിന്തിച്ചു എന്ന് മാത്രമല്ല, അവർ പഠിച്ച സാധനത്തിനെ അവരതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു റോബോട്ടിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ഇതിൽ നിന്ന് ബാൻഡിക്യൂട്ട് എന്ന് പറയുന്ന ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഈ ബാൻഡിക്യൂട്ട് റോബോട്ട് എന്ന് പറയുന്നത് വെറുമൊരു റോബോട്ടല്ല, മാൻഹോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോബോട്ടാണ് ബാൻഡിക്യൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അവർ സപ്പോർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, ടെക്നിക്കൽ സപ്പോർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനെ കുറിച്ചുള്ള സപ്പോർട്ടിനെ കുറിച്ച് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ശരിയായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഇരിക്കുന്നതിന് പകരം ഇവര് ചെയ്തത് എന്ന് പറയുന്നത് എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റോബോട്ടിന്റെ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇവരിതിന് പ്രവർത്തനത്തിലേക്ക് വേണ്ടി മുന്നോട്ട് പോയി. ഇത് അറിഞ്ഞ് സർക്കാർ അത് ഏറ്റെടുത്തു. നമ്മുടെ സർക്കാർ ഈ ഒരു റോബോട്ടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി പ്രൊവൈഡ് ചെയ്തു. ഈ ഒരു റോബോട്ടിന്റെ പ്രവർത്തനം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു. അവർക്ക് ഇങ്ങനെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കണം എന്നൊരു തോന്നൽ ഉണ്ടായി. ആ തോന്നൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും അയ്യോ ഇത് ഇങ്ങനെ ചെയ്യണം, ഇത് അങ്ങനെ ചെയ്യണം എന്നുള്ള തോന്നലുകൾ നമുക്കുണ്ടാവും. പക്ഷേ നമ്മൾ ആരും അതിനു വേണ്ടി ചെയ്യാറില്ല. ഇവര് ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇന്നോവേഷൻ നടത്തിയെടുക്കുകയാണ് ചെയ്തത്. ഒരു ജീവനും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തിന് ഒരു പ്രതിവിധിയായിട്ട് മാറാൻ ഈ നാല് ചെറുപ്പക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിമൽ ഗോവിന്ദ് എന്നെങ്കിലും വിമൽ ഗോവിന്ദ് ന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണമെങ്കിലും എല്ലാ കാര്യവും കിട്ടിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാമായിരുന്നു. അവര് ചെയ്തത് എന്നെ കൊണ്ടാവുന്ന സാധനം ഞാൻ ചെയ്യട്ടെ, ബാക്കി വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മേലുള്ള ഒരു എടുത്തുചാട്ടം നടത്തിയതിന് പേരാണ് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം സാധ്യമായത്. നമ്മൾ പലപ്പോഴും നിൽക്കുന്നത്
എപ്പോഴും ഏറ്റവും സൗകര്യപ്രദമായി നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ആ രീതിയിൽ നിൽക്കാനാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഈ മൂന്ന് വ്യക്തികളെ കാര്യം ഞാൻ പറഞ്ഞത്, ഫാൽഗുനിക്ക് വേണമെങ്കിൽ സ്വന്തം ബിസിനസ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്വന്തം ജോലി, എനിക്ക് കൃത്യമായിട്ടുള്ള വരുമാനമുണ്ട് എന്നുള്ള രീതിയിൽ മാറിയിരിക്കാമായിരുന്നു. അതിന്മേൽ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. എന്നാൽ ആരും അറിയാത്ത ഒരാളായിട്ട് ഫാൽഗുനി പോവായിരുന്നു. കൊടാക് ഇപ്പോഴത്തെ ഒരു MD എന്നുള്ള രീതിയിലും മാറിപ്പോവാന്നുള്ള വ്യക്തിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം വന്നു, പാരലിസ്ഡ് ആയി, അങ്ങനെ മാറിയിരിക്കാമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനെ ആരും അറിയില്ലായിരുന്നു. ഈ ഒരു റോബോട്ടിന്റെ നിർമ്മാതാക്കളായി, അല്ലെങ്കിൽ ഈ ഒരു റോബോട്ടിനെ കുറിച്ചും ആരും അറിയാതെ പോവായിരുന്നു. പക്ഷെ ഇവിടെ അവർ ചെയ്തത്, അവരുടെ കംഫർട്ട് സോൺ എന്താണോ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിന് പുറത്തേക്ക് വരാനുള്ള ഒരു താല്പര്യം അവർ കാണിച്ചു എന്നുള്ളതാണ് ഇത് കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു നമുക്കൊരു ഗ്രോത്ത് സോൺ ഉണ്ട്. നമുക്ക് നമ്മളെ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ എപ്പോഴും തന്നെ നമ്മൾ ചുരുങ്ങിക്കൂടാനാണ് നമ്മൾ ഇപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ ഈ കംഫർട്ട് സോണിൽ ചുരുങ്ങിക്കൂടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഏറ്റവും സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കും, നമ്മുടെ കൺട്രോളിലായിരിക്കും എല്ലാ കാര്യങ്ങളും. നമുക്ക് ഇപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യത്തിന് പുറത്ത് നമ്മൾ പോകുന്നത് കൊണ്ടും നമ്മൾ അവിടെ കംഫർട്ടാണ്. നമ്മൾ അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവനാന്തം നമ്മുടെ വരുമാനം ഓക്കെയാണ്, നമ്മുടെ ജീവിതം ആ ഒരു ലൈഫിൽ സെറ്റിൽഡാണ്. അവിടെ നമ്മൾ എന്ന് അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നോ അന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കംഫർട്ട് സോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് സോണിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഗ്രോത്ത് സോണിൽ ആദ്യം എല്ലാവരും ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ സെക്കൻഡ് സോൺ എന്ന് പറയുന്ന ഒരു ഫിയർ സോണാണ്. ഫിയർ സോണിലേക്ക് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തെത്തുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫിയർ സോണാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രശ്നങ്ങളാണ്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ. അതുപോലെ നമ്മൾ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസസ് പറയുന്നത്. സാഹചര്യം ശരിയല്ല, കാര്യങ്ങൾ നേരെയാവട്ടെ, എന്നെ കൊണ്ട് അതിനുള്ള കഴിവില്ല, ഞാൻ ചെയ്താൽ തെറ്റിപ്പോവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഈ ഫിയർ സോണിൽ എത്തുന്ന സമയത്താണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. കംഫർട്ട് സോണും ഫിയർ സോണും നിങ്ങൾ എന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത മൂന്നാമത്തെ സോണായിട്ടുള്ള ലേണിംഗ് സോണിലേക്ക് എത്തുന്നു, അപ്പം മാത്രമേ നിങ്ങളുടെ സക്സസ് ആരംഭിക്കുകയുള്ളൂ. ലേണിംഗ് സോണിൽ എത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും, അല്ലെങ്കിൽ ആ ചലഞ്ചസും പ്രോബ്ലംസിനെയും എതിരായിട്ട് നമ്മൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ പുതിയ പുതിയ സ്കില്ലുകൾ നേടിയെടുക്കാൻ തോന്നും. നമ്മുടെ കംഫർട്ട് സോണിനെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ നോക്കും. ഈ ലേണിംഗ് സോണ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഗ്രോത്ത് സോണിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ബ്രേക്ക് സോണിൽ എത്തുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ എക്സാമ്പിൾ എനിക്ക് പറയുന്നത്. അവർ ജീവിക്കുന്നത് ഒരു പർപ്പസിന്, അവരുടെ ജീവിതം കൊണ്ടൊരു ലക്ഷ്യം കണ്ടെത്താൻ, അല്ലെങ്കിൽ പർപ്പസ് കണ്ടെത്താൻ അവർക്ക് കഴിയും. അവരവരുടെ ഡ്രീമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും, ഗോളുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും, ഓബ്ജക്റ്റുകൾ കോൺകർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ പറഞ്ഞിരിക്കാം. ഈ ഇംപാലനെ പറഞ്ഞിട്ടില്ലേ, ഇംപാല എന്തുകൊണ്ടാണ് എസ്കേപ്പ് ചാടാൻ കാര്യമല്ല, അത് അതിന്റെ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മളെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ റീസൺസ് കൊണ്ടാണ്. സോ ബിഫോർ വി ക്ലോസ്, റിമെമ്പർ ദിസ് വൺ ലൈൻ: faith is not seeing the path clearly, faith is trusting yourself to land.
വഴി ക്ലിയർ ആക്കുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളെ സ്വയം വിശ്വസിക്കുന്നത്, എനിക്ക് എവിടെ വരെ എത്താൻ പറ്റുമെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഡു നോട്ട് ബിക്കം എ സ്റ്റോർ ലീപ്പ് ഓഫ് അൺഫെയ്ത്ത്, ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ടേക്ക്. നമ്മൾ എടുക്കാത്തത് കൊണ്ട് പേരില് നമ്മൾ കുതിച്ചു ചാടാതെ ഇരിക്കുന്നതിൽ കാര്യമില്ല. ടേക്ക് ദ ലീപ്പ്. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ചിന്ത ഉറപ്പിക്കുക, ഞാൻ എൻ്റെ വിശ്വാസത്തിന് പേരിൽ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലീപ്പ് എടുക്കും. യുവർ വിങ്സ് വിൽ അപ്പിയർ ഇൻ ദ വേ ഡൗൺ. നമുക്ക് ചിറക് വിരിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിറക് വിരിച്ച് ഈ ആകാശത്തിൽ കൂടി പറക്കാം. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ ഫോർ ദിസ് 15 to 16 20 minutes. ഇങ്ങനെ ഒരു രാവിലെ തന്നെ ഒരു ഇത്രയും പോസിറ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ മുന്നിൽ എൻ്റെ ഒരു ചെറിയൊരു തോട്ട് പങ്കുവെക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനിയും കാണാം എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇനി നമ്മുടെ ഫീഡ്ബാക്ക് ടൈമാണ്. എല്ലാവരും ഫീഡ്ബാക്ക് പറയുക, പ്രോത്സാഹിപ്പിക്കുക. ഹലോ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. മുസ്തഫ സർ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സാർ. ഇന്നത്തെ സെക്ഷൻ നല്ല സെക്ഷൻ ആയിരുന്നു കേട്ടോ. നല്ല ടോപ്പിക്കായിരുന്നു. നല്ല ഉദാഹരണമായിരുന്നു. മറ്റേ അതിന്റെ താങ്ക് യു. ഹലോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ മണിസാറ് പറഞ്ഞ പോലെ ഇംപാലാന്ന് കേട്ടപ്പോ കാറാണ് കേട്ടോ വിചാരിച്ചു. സത്യം പറഞ്ഞാല് കാറിന്റെ ഒരു ഇതാണ്, ഇമേജ് ആണ് കണ്ടത്. അപ്പൊ ഇമേജ് ഇംപാല പാരഡോക്സ് ഒന്നും മനസ്സിലായില്ല. ഈ കാറിന്റെ എന്താണ് പാരഡോക്സ് എന്നുള്ളത് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സെഷൻ. നന്നായിരുന്നു. കാരണം ഇത് ശരിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ചിന്തകൾ വരും, നല്ല നല്ല തോട്ട്സ് വരും. പക്ഷെ പ്രായോഗികമാക്കാനുള്ള ഒരു പേടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുക റിസ്ക് എടുക്കാനുള്ള പേടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാന്ന് പറഞ്ഞാൽ തന്നെ കുറെ കടമ്പകൾ കാക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് കഴിവുണ്ടാവും, നമുക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവും. പക്ഷെ വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും കോമ്പറ്റീറ്റേഴ്സിന്റെ സൈഡിൽ നിന്നും പബ്ലിക്കിന്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചില റെസിസ്റ്റൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ചില പ്രതിബന്ധങ്ങൾ വരും അവിടെ. അത് വരുമ്പോഴാണ് ആ റിസ്ക് എടുക്കാനുള്ള കഴിവുകേടാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആ റിസ്ക് എടുക്കാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോയപ്പോ, കല്യാണം കഴിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചപ്പോ 1-2 ആലോചനകൾ വന്നു. ഈ ബിസിനസ് മാൻ അവര് പറഞ്ഞു നോ നോ നോ, ബിസിനസ് മാൻ വേണ്ട. വെച്ചാല് അവര് അതിലൊരു അൺസർട്ടനിറ്റിയാണ് അവർ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ ബിസിനസ് ചെയ്യണ ആൾക്കാര് ഒരു റിസ്ക് ആണ്, എപ്പോഴും അതിന്റെ പുറകെ നടക്കണം, എപ്പോഴും തല ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ജോലിയാണെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ഡു യുവർ വർക്ക്, ഗെറ്റ് യുവർ മണി ആൻഡ് സ്പെൻഡ് യുവർ മണി, ദാറ്റ്സ് ഓൾ. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയാണ് സാധാരണ. അല്ലാതെ ഈ പറഞ്ഞ കംഫർട്ട് സോൺ. പക്ഷെ ഈ പറഞ്ഞ പോലെ മറ്റേ മഹീന്ദ്രയിൽ ജോലി ചെയ്ത അവരുടെ പേര് പറഞ്ഞുപോയി, മാഡം 50 ഇയേഴ്സിൽ കഴിയുന്നത്. എന്തായിരുന്നു അവരുടെ പേര്? ഫാൽഗുനി നയ്യാർ. ആ, അപ്പൊ അവരൊക്കെ ചെയ്യുന്ന പോലെ 50 ഇയേഴ്സിൽ അവരുടെ എക്സ്പീരിയൻസും എല്ലാം വെച്ചുകൊണ്ട് അവർ റിസ്ക് എടുത്തു. സോ അത് വളരെ അപൂർവമായിട്ടുള്ള കേസുകളാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. എനിവേ,
ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ, എന്റെയും മത്സരത്തിന്റെയൊക്കെ പ്രായത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി റിസ്ക് എടുത്ത് ഞങ്ങൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. കുട്ടികളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു തോട്ടായിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ. ബഷീർ സാർ ഉണ്ടോ? ബഷീർ സാർ, മോർണിംഗ് മാം. പറഞ്ഞോളൂ. ഫസ്റ്റ് ഇൻഡാല പാരഡോക്സ് എന്ന് പറഞ്ഞപ്പോ ഇത് എന്തായിരിക്കും എന്നൊരു പിടുത്തവും കിട്ടിയില്ല. എന്തിനെ കുറിച്ചായിരിക്കും പറയണത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. മാം ചോദിക്കുമ്പോഴിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്താവുമെന്ന്. പക്ഷെ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആ കംഫർട്ട് സോണിലാണ് ഇത്രയും നാൾ ഇരുന്നതെന്നും പിന്നെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് അത് ഒരു ഭയം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബ്രേക്ക് ചെയ്യണ്ട, സ്വരം ബ്രേക്ക് ആവുന്നു. അതാ. ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് എക്സാമ്പിൾ യൂസ് ചെയ്താ പറഞ്ഞു. താങ്ക് യു മാം. ബഷീർ സാർ, ബീന മാം. മാജിക് മണി. ഹലോ മാം. പറഞ്ഞോളൂ മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഭയങ്കര മോട്ടിവേറ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. കുറെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരാൻ പറ്റിയ ഒരു നല്ല മോട്ടിവേറ്റഡ് ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഒരു മുന്നോട്ടേക്ക് ഒടിച്ചുകൂടെ വെക്കാൻ കൂടി പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സായി. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നല്ല എക്സാമ്പിൾസ് ആണ് ഇന്ന് കിട്ടിയത്. അത് ആ ഇംപാല എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ആ ലക്ഷറി കാറിന്റെ ഇതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ ആ മാന്റെ ഇതും അതിന്റെ ഡ്രോബാക്കും മാം പറഞ്ഞതുപോലെ തന്നെ മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങൾ മറ്റുള്ള ഈ ആവണിയിലേക്ക് എന്നുള്ളതും പിന്നെ ഈ റോബോട്ടിന്റെ കാര്യമൊക്കെ മാൻഹോളിന്റെ കാര്യം, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, എനിക്ക് മനസ്സിലായി ആ നൗഷാദിന്റെ കാര്യമൊക്കെ. അപ്പം അത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത്. അപ്പൊ അതിന് ശരിയായ സമയമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നെഗറ്റീവ് കമന്റ്സോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള അതും ഒന്നും വരാതെ നോക്കി ഇന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് മാം പറഞ്ഞ ശരിയായിട്ടുള്ള ആ ലേണിംഗ് ഇതിലേക്ക് എത്താനും അവിടുന്ന് അങ്ങോട്ട് ഗ്രോത്തിലേക്ക് എത്താനുള്ള ഒരു നല്ല ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ് ഇന്ന് ഉണ്ടായത്. അതും വളരെ ഒഴുക്കോട് കൂടി നല്ല പ്രസന്റേഷനും ആയിരുന്നു. നല്ല യൂസ്ഫുൾ ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ജൂബി മാം. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ എവിടെ എത്താനുള്ള ഒരു വഴി തെളിയുന്നതല്ല വിശ്വാസം, പക്ഷെ നമ്മൾ എവിടെ എത്തുന്നു എന്ന് ചിന്തിക്കുന്നുവോ അതാണ് ശരിക്കുള്ള വിശ്വാസം. ശരിക്കും ശരിയാണ്. അപ്പൊ അങ്ങനെ എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല ചിരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് ക്ലാസ് എടുത്തത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു മാം. ബഷീർ സാർ. ഹായ്, മാജിക് മണി. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഞാനൊരു മടക്കയാത്രയിലാണ്, അതാണ് കുറച്ചേ കേട്ടുള്ളൂ. ലാസ്റ്റിലെ റേഞ്ചിന്റെ പ്രശ്നം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ക്ലാസ് നന്നായിട്ടുണ്ട്. നമ്മൾ ബി മാജിക്കാരൊക്കെ ഡെയിലി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. രാവിലെ 5 മണിക്ക് പുറത്ത് വലിച്ചെറിയണമെങ്കിൽ അതൊരു ബ്രേക്കിംഗ് ആണല്ലോ. നമ്മള് രാവിലത്തെ ഉറക്ക് നല്ല കംഫർട്ട് സോണിന് പുറത്ത് വലിച്ചെറിയണമെങ്കിൽ തണുപ്പത്ത്, അതും നല്ല പ്രാക്ടീസ് ഉള്ള ആൾക്കാരാണ്. നല്ലൊരു ക്ലാസ്. നമ്മൾ ഒരു സബ്ജക്റ്റ് വീണ്ടും ഓർമ്മപ്പെടുത്തി തന്നതിൽ സന്തോഷം. താങ്ക് യു. ഞാൻ ലാസ്റ്റ് കുറച്ച് ഉണ്ടായിട്ടുണ്ടുള്ളൂ. എനിവേ ഇറ്റ്സ് നല്ല ഫ്ലോയില് കേട്ടു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സാജിദ മാം.
മാം നല്ല ക്ലാസ് ആയിരുന്നു. ഇതുപോലെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നയാളാണ് ഞാൻ. നെക്സ്റ്റ് എന്ത് എന്നിങ്ങനെ ആലോചിക്കുക എന്നല്ലാണ്ട് മാം പറഞ്ഞ പോലെ കോൺഫിഡൻസിന്റെ ലാക്കാണ് കംഫർട്ട് സോൺ പൊട്ടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കിടക്കുന്നത്. അപ്പം കോൺഫിഡൻസ് ലെവൽ ഇച്ചിരി കൂടി മെച്ചപ്പെടുത്തണം. ഈ പിന്നെ കംഫർട്ട് സോണിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു എനർജി മാം തന്നിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു മാം. ഉണ്ണികൃഷ്ണൻ സാർ. ഉണ്ണികൃഷ്ണൻ സാർ. ഉണ്ടോ? ഇല്ല. ശില മാം. ഓക്കെ. മാജിക് മോർണിംഗ് ടു ഓൾ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഹലോ മാഡം, നല്ലൊരു മോട്ടിവേഷൻ തരുന്നതും നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയൊക്കെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ മാറണം എന്ന് എക്സാമ്പിൾ സഹിതം പറഞ്ഞു തന്ന ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനും ഈ പറഞ്ഞതുപോലെ ടോപ്പിക്ക് കണ്ടപ്പം ജസ്റ്റ് ഇങ്ങനെ കാറൊന്ന് മനസ്സിൽ കൂടെ പോയി. പിന്നെ ഇതൊരു വെറൈറ്റി ടോപ്പിക് ആണല്ലോ, കൂടുതൽ ചിന്തിക്കാൻ പോയില്ല. സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം രാവിലെ കേൾക്കാം എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ അധികം ചിന്തിക്കാൻ പോയില്ല അതിനെപ്പറ്റി. അപ്പം തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്ത് ഫിയർ സോണിലൂടെ, ലേണിംഗ് സോണിലൂടെയൊക്കെ പോയാൽ മാത്രമേ ഗ്രോത്ത് സോണിൽ എത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ നമുക്കൊരു ക്ലാരിറ്റി കുറവാണെങ്കിൽ അതനുസരിച്ച് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരോട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ശരിക്കും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ചിറക് വിരിച്ച ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കുമെന്ന് മാം മനസ്സിലാക്കി തന്നു. നല്ലൊരു സെഷൻ രാവിലെ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. സുലേഹ ബി. ഷീജ മാം. മാജിക് മോർണിംഗ് നല്ല ക്ലാസ് ആയിരുന്നു മാം. ഉപകാരപ്രദമായ ഒരു ക്ലാസ്. കംഫർട്ട് സോണിൽ ഇരിക്കുന്നവർക്ക് ഒന്ന് കണ്ണു തുറക്കാനുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമ്മക്കൊണ്ട് കൂടുതലൊന്നും പറ്റില്ലെങ്കിൽ തീരെ ഫുള്ള് ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നവർക്ക് ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ചിന്തിക്കാനുള്ള ഒരു ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഇനി ആരാ? ഉണ്ണികൃഷ്ണൻ സാർ ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ സാർ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലേ? അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സാർ. ഷൈബന മാം പറഞ്ഞില്ലല്ലോ. ശരി. ഞാനത് പറയും. സാർ പറഞ്ഞിട്ട് നിർത്തുകയുള്ളു. അപ്പൊ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ സാറ്? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. കംഫർട്ട് സോണിൽ നിന്നും ഫിയർ സോണിൽ നിന്നും മാറി ലേണിംഗ് സോണിലെത്തി നമ്മുടെ കഴിവിൽ വിശ്വസിച്ച്, അതായത് നമ്മൾ നമ്മുടെ പവർ മനസ്സിലാക്കി നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് അനുകൂല സാഹചര്യം വരട്ടെ എന്ന് വിചാരിക്കാതെ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ നടപ്പാക്കുക എന്നതിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് നമുക്കെടുത്ത ശ്രീലക്ഷ്മി മാമിന് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഇതിൽ പങ്കെടുത്ത ബിമാജിക്കിന്റെ എല്ലാ മെമ്പേഴ്സിനും ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ശ്രീലക്ഷ്മി മാം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. മാം. താങ്ക് യു.